ദിവസമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തെ ചിന്തിക്കാൻ ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തിക്കുന്ന ദൈവവചനം പറയുന്നത് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിക്കും. പ്രൈസ്. അവരെന്തേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ ഈ ദൈവവചന ഭാഗം ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ പുരാതനായവനെ കുറിച്ചുള്ള ഒരു ദർശനം യഹോവയായ ദൈവം ദാനിയേലിന് കൊടുക്കുന്നതാണ്. ആരാണ് ഈ പുരാതനായവൻ? പുരാതനായവൻ യേശു കർത്താവാണ്, യഹോവയായ ദൈവമാണ്. അത്യുന്നതനായവൻ ആരാ? അതും കർത്താവായ യേശു ക്രിസ്തുവാണ്. പുരാതനായവന് മുമ്പേ വേറൊരു പുരാതനില്ല. പുരാതനായവന്റെ യഹോവയായ ദൈവം തന്നെ. അത്യുന്നതന് മീതെ വേറൊരു അത്യുന്നതനില്ല. അത്യുന്നതൻ യഹോവയായ ദൈവം തന്നെയാണ്. എല്ലാത്തിനും മുകളിലാണ്. അത്യുന്നതനായവന്റെ പുത്രന്മാരാണ് ദൈവമക്കൾ, ദൈവസഭ. ആ ഒരു ദർശനം ഞാൻ അതിലേക്ക് വരും. അവരിയ ഇവിടെ 7-ാം അധ്യായം 9 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 മൃഗങ്ങളെ കുറിച്ചുള്ള ദർശനത്തിന്റെ മധ്യേ അവസ്മരണീയമായ മറ്റൊരു ദർശനം 7-ാം അധ്യായം 9 തൊട്ട് 14 വാക്യങ്ങളിൽ ദാനിയേലിന് ലഭിക്കുന്നു. എല്ലാ സിംഹാസനങ്ങളെയും തകർക്കുന്ന കല്ലും രാജാതി രാജാവുമായ യേശുക്രിസ്തുവിനെയാണ് ഈ വാക്യങ്ങളിൽ വിവരിക്കുന്നത്. പ്രൈസറോ. 9-ാം വാക്യം ഇവിടെ പിതാവാം ദൈവത്തെ പ്രതിദാനം ചെയ്യുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 1:14 വരുമ്പോൾ യേശുക്രിസ്തുവിനും ആമേൻ ഇതേ വിശേഷണങ്ങൾ തന്നെ നൽകിയിരിക്കുന്നുവെന്ന് ഹല്ലേലൂയ നമുക്ക് വായിക്കാൻ കഴിയും. 7-ന്റെ 13-ാം വാക്യത്തിൽ ആകാശമേഘങ്ങളോടെ വരുന്ന യേശുക്രിസ്തുവിനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 26-64 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ദാനിയേൽ പുസ്തകം 7-14 വായിക്കുമ്പോൾ ഹല്ലേലൂയ പിതാവായ ദൈവം ലോകഭരണ സാന്നിധ്യം ക്രിസ്തുവിനെ ഏൽപ്പിക്കുന്നു. അതോടെ ശാശ്വതമായൊരു സമാധാനം ലഭിക്കുമെന്ന് പ്രവാചകൻ എഴുതി താഴോട്ട് വരുമ്പോഴാണ് ആ ദൈവവചനത്തിൽ പറയുന്നത് അത്യുന്നതനായവന്റെ പുത്രന്മാർ. ഹല്ലേലൂയ. അത്യുന്നതനായവന്റെ പുത്രന്മാർ ഹല്ലേലൂയ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കുന്ന സ്തോത്രം പറയാമോ? അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുന്ന ദൈവസഭയോട്, ക്രൈസ്തവ വിശ്വാസിയോട് പറയട്ടെ, നീ സ്തോത്രം പറയണം. നീ ആരാണ്? അത്യുന്നതനായവന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. രക്തജയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ എന്നാകുന്നു വേദപുസ്തകം നമുക്ക് നൽകുന്ന പേര്. ഭൂമിയിൽ എല്ലായിടമുള്ള ക്രൈസ്തവ വിശ്വാസിക്ക് ദൈവത്തിന്റെ ആത്മാവ് വേദപുസ്തകത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരായി നാം എന്നേക്കും രാജ്യത്വം അനുഭവിച്ച് അവകാശമാക്കാൻ പോവുകയാണ്. അത്യുന്നതനായവന്റെ പുത്രന്മാർ എന്നേക്കും രാജ്യത്വം അനുഭവിച്ച് അതിനെ അവകാശമാക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആധിപത്യം എവിടെയും ഉണ്ടാകും. ആ സമയത്ത് ദൈവത്തിന്റെ ആധിപത്യം ഭൂമിയിൽ എല്ലായിടവും നിറഞ്ഞു നിൽക്കുമെന്നാണ്. സ്തോത്രം. ഇപ്പൊ പിശാചിന്റെ രാജ്യത്വം നശിച്ചു പോകുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ രാജ്യത്വം അനുഭവിക്കും. ഹല്ലേലൂയ. അനുഭവിക്കുന്ന ജനം ഹല്ലേലൂയ അവരും അവരോട് കൂടെയുള്ളവരും അത്യുന്നതനായ പിശാചിന്റെ ഹല്ലേലൂയ രാജ്യത്വം ഇന്നുള്ളൊരു വ്യക്തിയോട് പറഞ്ഞു. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്പരപ്പെടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നോട് പറഞ്ഞ വ്യക്തിയെ ഞാൻ തീർത്തുകയൊക്കെ ചെയ്യും. അപ്പം പിശാചിന്റെ രാജ്യത്വം ഇവിടെ അവസാനിക്കും. അത്യുന്നതനായവന്റെ രാജ്യത്വം ഹല്ലേലൂയ വെളിപ്പെടും. അത്യുന്നതനായവന്റെ രാജ്യത്വം വെളിപ്പെടുമ്പോൾ അത്യുന്നതനായവന്റെ പുത്രന്മാർ ദൈവസഭ, ക്രൈസ്തവ സമൂഹത്തെ ദൈവം ആമേൻ രാജകീയ പദവി കൊടുക്കും. രക്തം ചെയ്യും. ദാനിയേൽ പ്രവാചകൻ പറയുന്ന വചനം നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് ക്രൈസ്തവ സമൂഹം ഇസ്രായേൽ എന്ന് പറയുന്നത് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ആരാണ്? അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരാണ്. ഇസ്രായേൽ ജനം അത്യുന്നതനായവന്റെ പുത്രനാണ്. അവർക്ക് എന്നേക്കും രാജ്യത്വം പ്രാപിച്ച് അവകാശം പ്രാപിച്ച് ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴുവെന്ന രക്തം ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ഏറ്റു പറയാമോ എന്നോടൊപ്പം? എന്നെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവജനം പറയട്ടെ, ക്രൈസ്തവ വിശ്വാസികൾ പറയണം, അത്യുന്നതനായവന്റെ പുത്രന്മാരാണ്, വിശുദ്ധന്മാരാണ് ഞങ്ങളത് പറയണം. ഞാൻ 1-2 ഉദാഹരണങ്ങളെ ചൂണ്ടിക്കാണിക്കാം. എൻ്റെ ഏരിയ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതം ഭരിച്ചുകൊണ്ടിരുന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ് തോന്നുന്നു. ആ സമയത്ത് സ്വർഗഭോഗം തെറ്റാണ്, അതരുത്, ആ നിയമം ഇവിടെ പാസ്സാക്കരുത് എന്ന് ഒരു കൂട്ടം ജനം ക്രൈസ്തവ സമൂഹം ഒന്നിച്ച് നിലവിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വർഗഭോഗം അത് നല്ലതാണ്, അത് ജനത്തിന് ആവശ്യമാണ്, അവരൊരു കൂട്ടമായിട്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിനെ പിന്തുണച്ചു. മൻമോഹൻ സിംഗ് ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ്. അത് നമ്മുടെ സുപ്രീം കോടതി ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത് സ്വർഗഭോഗത്തിനിവിടെ വളരെ പ്രാധാന്യമേറി. അന്ന് ക്രൈസ്തവ സഭയിലെ ചില പുരോഹിതന്മാർ എഴുന്നേറ്റ് അതേ ശക്തിയുക്തം എതിർത്തെങ്കിലും അവരുടെ വാക്കുകൾ ഉൾക്കൊണ്ടില്ല. അവരുടെ വാക്കുകളെ വെറും നിസ്സാരമായി തള്ളിക്കളഞ്ഞു. ദൈവസഭ അതിനെ ശക്തമായി അവരെ അപലപിച്ചു. ദൈവസഭ പറഞ്ഞിട്ട്, ദൈവദാസന്മാർ പറഞ്ഞിട്ടും സർക്കാർ അനുവദിച്ചില്ല. എന്താണ് സംഭവിച്ചത്? പിന്നത്തെ ഇതിൽ വന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ന് പറയുന്ന നാമാവിശേഷമായി മാറി. കുറഞ്ഞ ഏതാണ്ട് 30 സീറ്റിലും കണ്ട് ജയിച്ചു. അതിനുശേഷമായിട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ കോൺഗ്രസിനെ തല ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ലോർഡ്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല, നിങ്ങൾ ഓർപ്പിച്ചതാ, മറ്റൊരു സംഭവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇവിടെ ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവം അറയ്ക്കുന്ന സ്വർഗഭോഗത്തിന് ഇന്ത്യയിൽ പ്രാധാന്യം നൽകി ലോകമെമ്പാടും അത് കൊണ്ടുപോകും. ആ പ്രാധാന്യത്തിൽ കൂടെ നിൽക്കുന്ന സ്വർഗഭോഗം ഇവിടെ വളരെ പ്രശസ്തമായി. ദൈവം വെറുക്കുന്ന ഭാവം വേദപുസ്തകമാണ് പഠിപ്പിക്കുന്നത്. സ്വർഗഭോഗത്തിന്റെ ആ അനുഭവമാണ് സോദോം ഗൊമോറയെ ദൈവം തീയാൽ നശിപ്പിക്കാൻ കാരണമായത്. സ്തോത്രം. ദൈവത്തിന്റെ ന്യായവിധി വരും. ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് ഇവിടെ വരുമ്പോൾ അന്ന് ആ ഗവൺമെന്റ് തകർന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ തല ഉയർത്തി. ഇന്നിപ്പം തമ്മിലടിയും കലവും പ്രശ്നങ്ങളും അല്ലേ നിങ്ങൾ മാധ്യമം വായിക്കുന്നതല്ലേ. ഇവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് ദൈവസഭയെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നത് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെന്നാണ്. നമ്മുടെ കേരള ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ? നമ്മുടെ കേരള ഗവൺമെന്റ് പറഞ്ഞത് ഇസ്രായേൽ തെമ്മാടികളുടെ കൂട്ടമാണ്, തെമ്മാടിക്കൂട്ടമാണ്. അതിനെ താങ്ങി അതിനോടനുബന്ധമായ മറ്റൊരു മന്ത്രി കൂടെ പറഞ്ഞു, ഇത് തെമ്മാടികളുടെയും തോന്നിവാസക്കാരുടെയും താന്തൂന്നികളുടെയും കൂട്ടമാണെന്ന്. അദ്ദേഹം പറഞ്ഞ ആ വാക്യം അങ്ങ് മറന്നുപോയി. തെമ്മാടികളുടെ കൂട്ടം അല്ലേ. അപ്പൊ ഇസ്രായേൽ ആരാ? ദൈവസഭ ആരാ? ദൈവമക്കൾ ആരാ? ഇവിടുത്തെ ക്രൈസ്തവരാരാ? ദൈവം തെരഞ്ഞെടുത്ത വീണ്ടെടുക്കപ്പെട്ട കാൽവരി ക്രൂശിലൂടെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ചിരിക്കുന്ന ദൈവമക്കൾ ആരാണ്? തെമ്മാടികളുടെ കൂട്ടം. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. തെമ്മാടികളുടെ കൂട്ടം ഇവിടുത്തെ ക്രൈസ്തവ സഭ. ഹല്ലേലൂയ. അപ്പം ഇവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ഈ ലോകത്തെ തിരിച്ചറിയണം. നമ്മളെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പേര് അത്യുന്നതനായ വിശുദ്ധന്മാർ, സ്വന്തം ജനം, ദൈവജനം, ആമിനലിയ വിശുദ്ധ ജനം, വീണ്ടെടുക്കപ്പെട്ടവർ, ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ അവകാശം, ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ മന്ദിരം, ദൈവമക്കൾ, പ്രിയ മക്കൾ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞു നമ്മളെ തെമ്മാടിക്കൂട്ടങ്ങളാണ്. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ദൈവഹിതമല്ലാത്ത ബൈബിൾ വെറുക്കുന്ന പാപത്തിന് ഇവിടെ അനുമതി കൊടുത്തതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഭരണ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമാകും. ദൈവത്തിന്റെ ന്യായവിധി. തെമ്മാടിക്കൂട്ടങ്ങൾ അത് നിലമ്പൂരൊക്കെ പ്രകടമാകട്ടെ. നിലമ്പൂരൊക്കെ ഇപ്പൊ ശക്തമായി തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ. അല്ലെങ്കിൽ അവിടെ ഒരുപാട് ക്രൈസ്തവരുണ്ട്. നിലമ്പൂര് ഒരുപാട് ക്രൈസ്തവരുണ്ട്, ഒരുപാട് ക്രൈസ്തവ സമൂഹമുണ്ട്, ഒരുപാട് ദൈവമക്കളുണ്ട്.
അവരിൽ ആരാണ് തെമ്മാടിക്കൂട്ടങ്ങളെന്നാണ് നമ്മുടെ ഭരണ സംവിധാനം പറയുന്നത്. എന്നെ കേൾക്കുക സ്നേഹിത, ഞാൻ രാഷ്ട്രീയത്തിൽ പറഞ്ഞത് ആ വാക്കെന്നെ വളരെ വേദനിപ്പിച്ചു, വളരെ സങ്കടപ്പെടുത്തി. ഞാൻ ദൈവത്തിന്റെ മകനാണ്, അത്യുന്നതനായവന്റെ വിശുദ്ധന. ഞാൻ ക്രൈസ്തവ സഭ അത്യുന്നതനായ വിശുദ്ധനാ, ആ വിശുദ്ധന്മാരാ. അപ്പൊ നമ്മളെ അത്രമാത്രം അതംപതിച്ച്, നമ്മളെ എത്രമാത്രം പരിഹസിച്ച്, സമൂഹത്തിനുള്ളിൽ അത്രമാത്രം നമ്മളെ വെറും താഴ്ന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞെങ്കിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ വന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ചിലത് സംഭവിക്കും. ചില കക്ഷികൾ തന്നെ, ചില പാർട്ടികൾ തന്നെ ഇല്ലായ്മപ്പെടും. അല്ലേരിയ ജനം തിരിച്ചറിയണം. ഫ്രൈസറോ അപ്പൊ ഇവിടെ ഞാൻ ഭാവം പറഞ്ഞു തീർത്തു, ബാക്കി നിങ്ങൾ വ്യാഖ്യാനിക്കുകയോ കൊള്ളുകയൊക്കെ ചെയ്തു. അല്ലേരിയ അപ്പം അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ അത്യുന്നതനായവന്റെ മക്കളാ. അത്യുന്നതനോ ഞാൻ അതിന് മുകളിലൊരു അത്യുന്നതനൊന്നും ഇല്ലെന്നാ. അല്ലേരിയ അപ്പൊ തെമ്മാടിക്കൂട്ടം എന്ന് പറയുമ്പോൾ അതിന്റെ വിപരീതമായ പദങ്ങളും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചെന്നും അതിന്റെ പിന്നിൽ എന്താണ് സംഭവം എന്നൊക്കെ എനിക്ക് വിവരിക്കണമെന്നുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഓർമ്മിച്ചു. ഇവിടെ അത്യുന്നതനായവന്റെ വിശുദ്ധൻ വേദപുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ലോക സൃഷ്ടി മുതൽ അനേക രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും അല്ലെങ്കിൽ മാറി മാറി ഭരണം ഏറ്റെടുത്തിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ഭൂമിയിൽ അനേക രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും ഭരണം ഏറ്റെടുത്ത അനേക രാജാക്കന്മാരും ചക്രവർത്തിമാരും, അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർമാരടക്കം ഓരോ രാജ്യങ്ങൾക്കും അവരുടെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന അനവധി ആളുകൾ അവരുടേതായ പൊസിഷനുകളിൽ ഇരിപ്പുണ്ട്. അവർ രാജ്യം ഭരിക്കുന്നുണ്ട്. ഈ 21ാം നൂറ്റാണ്ടിൽ രാജാക്കന്മാരുടെ രാജ്യത്വം നശിച്ച് അല്ലേലൂയ സ്വതന്ത്രം, അവരെല്ലാം സ്വതന്ത്രരായി മാറും. അല്ലേലൂയ സ്വതന്ത്ര ഭരണം നിലവിൽ വന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് ഏകദേശം 20ാം നൂറ്റാണ്ട് തൊട്ട് സംഭവിച്ചു. 20ാം നൂറ്റാണ്ട് തൊട്ട് എന്ത് ചെയ്തു? രാജാക്കന്മാരും ചക്രവർത്തിമാരും അങ്ങനെയുള്ള ആധിപത്യങ്ങൾ മാറി. പല രാജ്യങ്ങളും സ്വതന്ത്രമായി മാറി. മറ്റേ അടിമത്തത്തിലായിരുന്നു. രാജാക്കന്മാരുടെ, ചക്രവർത്തിമാരുടെ, അന്നത്തെ ആളുകളുടെ, മൂപ്പന്മാർ, അന്നത്തെ ഗ്രാമ തലവന്മാരുടെ ഒക്കെ അധീനതയിൽ കിടന്ന അനവധി രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അങ്ങനെ 1948 മെയ് മാസത്തിൽ ഇസ്രായേലിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു. സ്വതന്ത്രമായി ഇസ്രായേൽ സ്വതന്ത്ര രാജ്യമായി മാറിയ ഇസ്രായേൽ അവരെ ദൈവം വിളിക്കുന്ന അത്യുന്നതന്റെ വിശുദ്ധന്മാരെന്നാണ്. സ്വതന്ത്രം. അപ്പൊ ദൈവസഭ ആരാണ്? അത്യുന്നതനായവന്റെ വിശുദ്ധൻ. നമുക്ക് അഭിമാനിക്കേറെയുണ്ട്. ലോകം നമ്മെ എന്തും പറഞ്ഞോട്ടെ, ലോകം നമ്മെ തെമ്മാടികളെന്നോ ഏതൊക്കെ ഉള്ള പേരുകൾ പുകഴ്ത്തി ഒരുപാട് പറയാറുണ്ടല്ലോ. നമുക്കിവിടെ പറയാം, അങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മളാരാണ്? അത്യുന്നതനായ വിശുദ്ധന്മാരാണ്. പ്രൈസറോ. അപ്പം പല രാജാക്കന്മാരും രാജ്ഞിമാരും പല ചക്രവർത്തിമാരെയും 20ാം നൂറ്റാണ്ടിൽ ദൈവം നീക്കിക്കളഞ്ഞു, അധികമാരത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അല്ലേലിയ നീറോ ചക്രവർത്തിമാരെ പോലെയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? നീറോ ചക്രവർത്തി, ട്രാജൻ തുടങ്ങിയ, ഡൊമീഷ്യൻ തുടങ്ങിയ, അങ്ങനെ അലക്സാണ്ടർ തുടങ്ങിയവരുടെയൊക്കെ അവസ്ഥകൾ നിങ്ങൾ പഠിക്കാം. അപ്പൊ ഈ കാലഘട്ടത്തിലും ദൈവം ചിലത് ചെയ്യും, ദൈവം ചിലത് പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അല്ലേലിയ. അപ്പൊ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മളെല്ലാവരും നാട്ടിലെ രാജാക്കന്മാർ, രാജകീയ പുരോഹിത വർഗമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ നാട്ടിലെ രാജകീയ പുരോഹിത വർഗമാണ്. നമ്മുടെ രാജ്യത്തെ രാജകീയ പുരോഹിത വർഗം അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയെക്കുറിച്ചാണ്, ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം ആരാണ്? രാജകീയ പുരോഹിത വർഗം. നമ്മുടെ പദവി വലുത, രക്തം ചെയ്യാം. പ്രൈസറോ. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേലൂയ, എന്നാൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ മാത്രമേ അല്ലേലൂയ രാജാക്കന്മാരെന്ന് വിളിക്കപ്പെടുകയുള്ളൂ. ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ സഭ അങ്ങെടുക്കും. ദൈവത്തിന്റെ മണവാട്ടി സഭ അങ്ങെടുക്കും. ദൈവത്തിന്റെ മണവാട്ടി സഭ എടുത്തു കഴിഞ്ഞ് ഒരു 7 വർഷം ആന്റിക്രിസ്തുവിന്റെ ഭരണമുണ്ട്. അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ചയിലേക്ക് നമ്മുടെ കർത്താവ് വരുമ്പോൾ, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരോടുകൂടി വരുമ്പോൾ,
നമ്മളെല്ലാം രാജാക്കന്മാരായിരിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം രാജാക്കന്മാരായി അത്യുന്നതനായവരോടൊപ്പം ചേർന്ന് രാജ്യത്തെ ഭരിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ പ്രത്യാശ കൈവിട്ട് കളയരുത്. നിങ്ങളുടെ പ്രത്യാശ കൈവിട്ട് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയേണ്ടത്. ഈ കാലഘട്ടത്തിൽ എന്നെ നിങ്ങളെ അംഗീകരിക്കുന്നവരാരും കാണത്തില്ല. എന്നെ നിങ്ങളെയും വെറും ആമിനരിയും വില കൽപ്പിക്കാതെ നമ്മളെ വെറും മോശമായി കാണുന്ന അനവധി ആളുകൾ കാണും. അതിന്റെ നടുവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരാണ്. 1000 ആണ്ട് വാഴ്ചയിൽ നമ്മുടെ അത്യുന്നതനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധന്മാരെല്ലാം രാജാക്കന്മാരായി രാജ്യത്തെ പ്രതിദാനം ചെയ്യും, രക്തം ചെയ്യും. അതുകൊണ്ട് നമ്മൾ തളരരുത് കേട്ടോ. നമ്മൾ ഉറപ്പോടെ നിൽക്കണം. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഉറപ്പോടെ നിൽക്കണം. നിങ്ങൾ എവിടെയും പറയണം, ഞാൻ അത്യുന്നതനായവന്റെ വിശുദ്ധനാണ്. നമ്മുടെ 91 സങ്കീർത്തനം എന്താ പറയുന്നത്? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ. അപ്പൊ അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ അത് യഹോവയായ ദൈവം, പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു. അതിനു മുകളിൽ ഒരു അത്യുന്നതനില്ല. സർവശക്തൻ എന്ന് പറയുമ്പോൾ സകലത്തിന്മേലും അധികാരമുള്ളവൻ. അതിനു മുകളിൽ ഒരു സർവശക്തനുമില്ല. അപ്പം അത്യുന്നതനായവന്റെ സർവശക്തന്റെയും വിശുദ്ധന്മാരാണ് ദൈവസഭ, ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രശ്നം, രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ ദൈവത്തെങ്കിൽ നിന്നും രാജത്വം പ്രാപിച്ച് സദാകാലത്തേക്കും ആധിപത്യം ഏറ്റെടുക്കും. രാജാതി രാജാവും കർത്താവതി കർത്താവുമായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പിതാവിൽ നിന്നുള്ള രാജ്യത്വം ഏറ്റെടുത്ത് സദാകാലത്തേക്കും ആധിപത്യം അവന്റെ മേൽ വരും. അവൻ രാജകീയ പ്രൗഢിയോടെ രാമിലരിയെ ഭരിക്കും. പ്രൈസ് ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. അപ്രകാരം ഭരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്കുള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. പ്രൈസ്. ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾക്കുള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില ജനങ്ങളെ നിയമിക്കുന്നത് കണ്ടു. അപ്പോൾ അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് അവൻ പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാര് ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ, ഹല്ലേലൂയ, എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരായി ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ഭൂമിയിലാക്കി യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അവരെ 2 പേരായിട്ട് യേശു ചെരുവാനുള്ള പട്ടണത്തിലേക്കെല്ലാം അവരെ മുന്നമേൽ അയച്ചതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ മുന്നോടിയാക്കി അതിനു മുമ്പായി നമ്മെ ഓരോ പട്ടണത്തിലേക്ക് അയച്ചിരിക്കുക. എന്തിനാണ്? ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാൻ. ദൈവമക്കൾ കടന്നു ചെല്ലുന്ന പ്രദേശങ്ങളിൽ, ദൈവമക്കൾ കടന്നു ചെല്ലുന്ന രാജ്യങ്ങളിൽ, ദൈവമക്കൾ കടന്നു ചെല്ലുന്ന ഗ്രാമങ്ങളിൽ, ഭവനങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുക മാത്രമല്ല, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പക്ഷപാതക്കാരെ പുറത്തനെ സൗഖ്യമാക്കി, അത്യുന്നതായ എന്റെ വിശുദ്ധന്മാർ തന്റെ മഹത്വമേറി ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളാ ഭാഗമായി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ തന്നെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. ഒരു മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു വരുന്നു. മാത്രമല്ല ദൈവരാജ്യം അവന്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടുകയാണ്. അല്ലേ? ദൈവരാജ്യം എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്? നമ്മുടെ ഉള്ളത്തിൽ. പാപികളും ദോഷികളുമായിരുന്ന, അതിക്രമങ്ങളും പാപങ്ങളും മരിച്ച, നാശകരമായി കുഴിലും കുഴഞ്ഞ ചീറ്റിലുമായിരുന്ന, വക്രതയും കോട്ടമുള്ള തലമുറയിൽ, ദോഷവും വ്യഭിചാരമുള്ള തലമുറയിൽ,
മദ്യത്തിനും മയക്കുമരുന്നിനും പന്നശാലകൾക്കും ലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തിലെ ചൂതാട്ട ജനികതയില് അഴിമതിയിലും കരിഞ്ചന്തയിലും കൈക്കൂലിയും വാണിഭത്തിലും കുടുങ്ങിക്കിടന്ന എന്നെ നിങ്ങളെയൊക്കെ ദൈവം തെരഞ്ഞെടുത്ത് കർത്താവിന്റെ മകളാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ, നമ്മളെ അത്യുന്നതനായ എന്റെ വിശുദ്ധന്മാരാക്കി കഴിഞ്ഞപ്പോൾ ദൈവം നമ്മുടെ മേൽ കൃപ പകർന്നു, അഭിഷേകം പകർന്നു. അപ്പോസ്തലനായ, പ്രവാചകനെ, സുവിശേഷകനായ, ഇടയനെ, ഉപദേഷ്ടാവായി മാറ്റിയപ്പോൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനവും നമ്മുടെ മേൽ കൃപ പകർന്നപ്പോൾ, കൃപാവരങ്ങളെ പകർന്നപ്പോൾ, നാം കടന്നു പോകുന്ന വഴികളില് രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ, ഭൂതങ്ങൾ പുറത്തു പോകുമ്പോൾ ഒക്കെ എന്താണ്? നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ച ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. അതാണ് അപ്പോസ്തലപ്രവൃത്തി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ആമീൻ. ദൈവസഭയ്ക്ക് ഭയങ്കര ഉപദ്രവം നേരിട്ടു. സ്തെഫാനോസിന്റെ മരണശേഷം ദൈവസഭ വളരെ ഉപദ്രവം നേരിട്ടു. ശൗൽ എന്ന് പറയുന്ന വ്യക്തി ദൈവസഭയെ ഉപദ്രവിക്കാൻ എഴുന്നേറ്റു. അന്നത്തെ വിശ്വാസികളും ചിതറിപ്പോയ കൂട്ടത്തെ പീലിപ്പോസ് എന്ന ഒരുവൻ ശമരിയ പട്ടണത്തിൽ ചെന്നു. സുവിശേഷം പ്രസംഗിച്ചു. അല്ലെങ്കിൽ ശമരിയില് സുവിശേഷം കേട്ടു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്ന പക്ഷപാതക്കാരും കുടത്തിനും രോഗികളും സൗഖ്യം പ്രാപിച്ച പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി. ദൈവരാജ്യം ഹൃദയത്തിൽ, ദൈവരാജ്യം ജീവിതത്തിൽ സ്ഥാപിക്കപ്പെട്ട പീലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തി ശമരിയ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ദൈവരാജ്യത്തിന്റെ മഹത്വം എവിടെ വെളിപ്പെട്ടു? ശമരിയിൽ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് യേശു 70 പേരെ തെരഞ്ഞെടുത്ത് അയച്ചിട്ട് തനിക്ക് മുമ്പ് ജലുമാന്റെ പട്ടണങ്ങളിലേക്ക് അയച്ചതും സുവിശേഷം അറിയിച്ചതും. അത് ഈ കാലഘട്ടത്തിൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരായിരിക്കും നമ്മെ, അവന്റെ ശിഷ്യന്മാരായിരിക്കും നമ്മെ ദൈവം തെരഞ്ഞെടുത്ത് ഗ്രാമാന്തരങ്ങൾ തോറും, ഹല്ലേലൂയ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾ, ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ എന്താണ്? ദൈവരാജ്യം നിന്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ട ആ ദൈവരാജ്യത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ദൈവം നിന്നെ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി അത്യുന്നതന്റെ വിശുദ്ധന്മാരായി അയക്കുക. അതിനിടയിൽ നിങ്ങളെ പലരും തെമ്മാടികളുടെ കൂട്ടമൊക്കെ വിളിക്കാം. നിങ്ങൾ ഓർത്ത് ഭാരപ്പെടണ്ട കേട്ടോ. ഹല്ലേലൂയ. നമ്മളെങ്ങനെ പലതും വിളിക്കും. ഹല്ലേലൂയ. ഞാനൊക്കെ സുവിശേഷം മുഖാന്തരം ഒരുപാട് നിന്ന വാക്കുകൾ, അപവാദ വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ചീത്ത പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം വരുന്ന ഇവനൊക്കെ വേറൊരു പണിയില്ല നടക്കുമെന്ന് പറയും. എന്നോട് പറയും, ഇവരൊക്കെ ഒരു പണിയില്ല നടക്കുക, നിനക്ക് വല്ല ജോലി ചെയ്ത് ജീവിക്കത്തില്ല എന്ന്. എന്നെ കേൾക്കുന്ന സഹോദരൻ, ഞങ്ങൾക്കൊക്കെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയുള്ള എല്ലാം ആരോഗ്യമൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ജോലി അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരായ ഞങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്ന ഇപ്പം ഞങ്ങളുടെ ജോലി. നിങ്ങളെപ്പോലെ തന്നെ പണിയെടുക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരുടെയും കളവ് പറഞ്ഞു, മോഷ്ടിച്ചെടുത്തും, പിടിച്ചു പറിച്ചും, അപകരിച്ചും, കൊള്ളപ്പരിച്ചും, കൈക്കൂലി വാങ്ങിയും, വെട്ടിപ്പിടിച്ചും, അതിര് തോണ്ടിയും, മോഷ്ടിച്ചും, കൊള്ളയടിച്ചും, ആരെയും കൊന്നൊന്നും ആരുടെയും ഞങ്ങൾ നേടുന്നില്ല. ഞങ്ങളുടെ ഉപജീവനം എന്ന് പറയുന്നത് അത്യുന്നതനായവ ഞങ്ങൾക്ക് തരുന്നതാണ്. ഞങ്ങളുടെ യജമാനൻ, ഞങ്ങളുടെ രാജാതിരാജാവ്, ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ സർവശക്തൻ, ഞങ്ങളെ വീണ്ടെടുത്തവൻ, ദൈവരാജ്യം ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ചവൻ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് സാറിന്. അതുകൊണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് മാനസാന്തരപ്പെടണം. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ഭരണ നേതൃത്വം തിരിയിരിക്കുന്ന മാനസാന്തര തെറ്റുകൾ തിരുത്തി മടങ്ങി വരണം. ഒരു സമൂഹത്തെ ആക്ഷേപിക്കുമ്പോൾ, ഒരു സമൂഹത്തെ പുച്ഛിക്കുമ്പോൾ, ഒരു സമൂഹത്തെ തള്ളിപ്പറയുമ്പോൾ അതിന്റെ പിന്നിൽ വരുന്ന വരുംവരാഴികളെ കുറിച്ച് മനസ്സിലാക്കണം. അത്യുന്നതനായ വിശുദ്ധന്മാരുടെ കൂട്ടത്തെ അവഹേളിക്കുന്നവരുടെ പറയട്ടെ, ദൈവത്തിന്റെ ന്യായവിധി വരാൻ സമയമായി. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ, ദൈവരാജ്യം ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടവരും, ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവരും, അഭിഷേകമുള്ളവരും, കൃപാവരങ്ങളാൽ ദൈവവചനത്തെ ശുശ്രൂഷിക്കുന്നവരും, വെളിപ്പാടുകൾ, ദർശനങ്ങളും ഉള്ളവരും, ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചക സുവിശേഷന്മാരെയും ഇടയ ഉപദേഷ്ടന്മാരെയും തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അത്യുന്നതനായ വിശുദ്ധന്മാർ, ദൈവരാജ്യം ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ട ഞങ്ങളാണ് ഈ ഭൂമിയിൽ നിന്ന് ഈ വേല ചെയ്യുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ഈ വേല ചെയ്യണം. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരെ അയച്ചത്. ഞങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ചതാണ്. ഞങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു. ഞങ്ങളെ ഈ ഭൂമിയിലെ ഇവിടുത്തെ ജനം വോട്ടവകാശത്തിലൂടെ തെരഞ്ഞെടുത്തതല്ല. ഓരോ 5 വർഷം കൂടുമ്പോഴും ജനത്തെ എല്ലാം കൂട്ടി വിളിച്ച് കോടികൾ മുടക്കി, കോടികൾ ചെലവഴിച്ച് വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് തന്ന പദവിയല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളെ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളെ തെരഞ്ഞെടുത്ത് രാജകീയ പദവി തന്ന് അത്യുന്നതന്റെ വിശുദ്ധന്മാരാക്കി ദൈവരാജ്യം ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ച് ഞങ്ങളെ ഈ ഭൂമി നിർത്തിയിരിക്കുന്നത് യേശുവാ.
ഹല്ലേലൂയ. ലോകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആമേ ഈ അധികാരമോഹികളും താന്തോന്നികളും ആമീനരി കൈക്കൂലി അഴിമതി കരിചന്ത പുകഴ്ത്തിവെപ്പും ഒക്കെ ആയിട്ട് നടക്കുന്നവരും അത്യുന്നതനായ വിശുദ്ധന്മാരെ പരിഹസിക്കുന്നവരൊക്കെ ലോകം തെരഞ്ഞെടുത്തവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവസഭ ആരാണ്? ദൈവമക്കൾ ആരാണ്? ക്രൈസ്തവ സഭ ആരാണ്? ക്രൈസ്തവ വിശ്വാസം എന്താണ്? ഇസ്രായേൽ ആരാണ്? ഇസ്രായേൽ അത്യുന്നതന്റെ വിശുദ്ധൻ. ഹല്ലേലൂയ. അവരെന്നേക്കും രാജ്യത്വം പ്രാപിച്ച് സദാകാലത്തേക്ക് രാജ്യത്വം പ്രാപിക്കുമെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ 7:18 വായിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധന്മാർ ആമേൻ രാജ്യത്വം പ്രാപിച്ച് എന്നേക്ക് സദാകാലത്തേക്ക് രാജ്യത്വം അനുഭവിക്കും. ഈ വചനത്തെ മാറ്റി എഴുതാൻ ആർക്കും പറ്റത്തില്ല. ലോകം ഒന്നടങ്കം ഇസ്രായേലിനോട് പൊരുതിയാലും പൊരുതുന്ന രാജ്യങ്ങൾ തകർന്നു പോകും, നഷ്ടപ്പെട്ടു പോകും. അവർ പരാജയപ്പെട്ടു. മുമ്പ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മുമ്പ് ഇസ്രായേലിനെ തകർക്കുവാൻ, ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് മാറ്റിക്കളയുവാൻ പലപ്പോഴും പല പദ്ധതികളും ലോകം ആവിഷ്കരിച്ചു, പല രാജ്യങ്ങളും. പക്ഷെ അവരെല്ലാം പരാജയപ്പെട്ടു പോയി. ഇന്നും ഇസ്രായേൽ എന്ന് പറയുന്ന അത്യുന്നതനായ വിശുദ്ധന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയാരാണ്? അത്യുന്നതനായ വിശുദ്ധന്മാരാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ വില നിങ്ങൾ അറിയണം കേട്ടോ. സ്തോത്രം. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളുടെ വില നിങ്ങൾ അറിയണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമുക്ക് കാണും, നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. അതിനുശേഷം അവൻ ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ പണിതുയർത്തണം. നമ്മുടെ ഉള്ളിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ നമ്മുടെ പാപങ്ങൾ ഏറ്റുകളഞ്ഞ് നാം കർത്താവിന്റെ വചനത്തെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ദൈവകൽപ്പന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം പണിയപ്പെടുകയാണ്. സുവിശേഷം നമ്മൾ അറിയിക്കണം. കർത്താവിന്റെ സേനാനായകനായി നിന്ന് ജനങ്ങളെ കർത്താവിലേക്ക് നമ്മൾ തിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവിന്റെ സേനയുടെ നായകനായി മാറണം. കർത്താവിന്റെ സേനയുടെ അംഗമായി മാറണം. അത്യുന്നതനായ വിശുദ്ധന്റെ പദവിയിലേക്ക് വരണം. നീ രാജകീയ പുരോഹിതവർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി, ദൈവത്തിന്റെ മകനായി, മകളായി നീ ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നീ വിളിച്ചു പറയുന്ന സാക്ഷീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവാചകൻ അതാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കാൻ കാണുന്നുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 6-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 13-ാം വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്. നിന്റെ രാജ്യം വരയണമേ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞു. നിന്റെ രാജ്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ രാജ്യം വരയണമേന്ന്. ഹല്ലേലൂയ. അതേ, കർത്താവിന്റെ രാജ്യം ഭൂമി സ്ഥാപിക്കുവാനായി കർത്താവ് നിങ്ങളെയും എന്നെയും തെരഞ്ഞെടുത്തു. കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി കർത്താവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. യാതൊരു യോഗ്യതയുമില്ലായിരുന്ന, യാതൊരു അർഹതയുമില്ലായിരുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ അത്യുന്നതന്റെ ആ വിശുദ്ധനായി മാറുവാൻ യാതൊരു കഴിവും പ്രാപ്തിയില്ലായിരുന്ന, എല്ലാവരാലും തള്ളപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട് ലോകം വെറുത്ത എന്നെ നിങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തത് നമ്മുടെ അത്യുന്നതനായ ദൈവമാണ്. അവൻ നമ്മെ തെരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്തു? കർത്താവിന്റെ രാജ്യം, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാൻ വേണ്ടി അവൻ നമ്മുടെ ഉള്ള ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ട് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ്, ആ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത് നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, പോൾ ജോഗിച്ചോ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. പോൾ ജോഗിച്ചോയെ കർത്താവ് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ടിബിയെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ട് രക്ഷയെ വെളിപ്പെടുത്തി. പോൾ ജോഗിച്ചോയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ, ആ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പോൾ ജോഗിച്ചോ എന്ന് പറയുന്ന വ്യക്തി ടിബി എന്ന് പറയുന്ന, ക്ഷയരോഗം എന്ന് പറയുന്ന അസുഖത്തിന്റെ ഉടമയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തെ കുറിച്ച് വായിച്ചപ്പം കണ്ടതാ. കർത്താവ് തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ പോൾ ജോഗിച്ചോയുടെ ഉള്ളിലുണ്ടായിരുന്ന ടിബിയെ മാറ്റിയിട്ട് ആ ടിബിക്ക് പകരം ദൈവം എന്ത് ചെയ്തു? പോൾ ജോഗിച്ചോയുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിച്ചു, രക്ഷ കൊടുത്തു. ഹല്ലേലൂയ. ഇപ്പൊ പോൾ ജോഗിച്ചോ ടിബിയുടെ ആളല്ല. പുള്ളി രാജകീയ പ്രൗഢിയോടെ, രാജകീയ പൗരത്വത്തോടെ, രാജകീയ പുരോഗതിനായി, രാജകീയ അധികാരത്തോടെ സുവിശേഷമായി ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ദൈവരാജ്യം ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ട പോൾ ജോഗിച്ചോ ഇന്ത്യയിലേക്ക് വന്നിട്ട് തന്റെ ഉള്ളിൽ സ്ഥാപിച്ച ദൈവരാജ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് ഇന്ത്യയിലെ ജനത്തോട് പറഞ്ഞു. അത് മുഖാന്തരം അനവധി ആളുകളുടെ ഹൃദയങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു. ഹല്ലേലൂയ. പോൾ ജോഗിച്ചോയുടെ രോഗം ഇവിടെ പോയി, മാറിപ്പോയി. ഇപ്പൊ ഉള്ളിൽ എന്താ ഉള്ളത്?
ദൈവരാജ്യത്തിന്റെ മഹത്വം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരു മാറാരോഗ്യായിരുന്നാലും, നീ ഒരു മാറാത്ത ദീനത്തിന് വ്യാധിക്ക് നീ അടിമയായിരുന്നാലും, നീ സങ്കടപ്പെടുന്ന, നീ വേദനിക്കപ്പെടുന്ന, മനസ്സുകൊണ്ട് സന്തോഷ സമാധാനമില്ലാത്ത ഏതനുഭവത്തിനാണ് നീ കടന്നുപോയാലും, ഇപ്പോൾ രോഗിച്ച് തിരഞ്ഞെടുത്ത് തന്റെ ഉള്ള ജീവിയെ മാറ്റി ദൈവരാജ്യം സ്ഥാപിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെയും രോഗത്തെ മാറ്റിയിട്ട് നിന്റെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിച്ച് യേശു ക്രിസ്തുവിന് മുമ്പ് ചെല്ലുവാനുള്ള ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞ 70 പേരിൽ 2 പേരെ അയച്ചതുപോലെ, യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അയച്ചതുപോലെ നിന്നെയും ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് 7 വൻകരകളും സുവിശേഷം അറിയിക്കുവാൻ ദൈവം നിനക്ക് പ്രത്യേകമായി നിയോഗത്തെ തരാൻ പോവുകയാണ്. നീ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ, ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ, ഓരോ ഗ്രാമാന്തരങ്ങളും കയറിയിറങ്ങുമ്പോൾ, ഓരോ വീടുകളും കയറിയിറങ്ങുമ്പോൾ, അത്യുന്നതനായ അവന്റെ വിശുദ്ധനായി ദൈവരാജ്യം ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടവനായി നീ കടന്നു ചെല്ലുന്ന ദേശത്ത്, നീ കാലുകുത്തുന്ന ദേശം നിനക്ക് ദൈവം തരുമെന്ന്. നിന്റെ ഇവിടെ അത്ഭുതങ്ങൾ നടക്കും. അല്ലേലൂയ. അതായത് വടക്കേണ്ടിയിലൊക്കെ അല്ലേലൂയ, ദൈവം തെരഞ്ഞെടുത്ത അത്യുന്നതനായ എൻ്റെ വിശുദ്ധന്മാർ, കേരളത്തിൽ നിരവധി ആളുകൾ, മറ്റ് സംസ്ഥാനമൊക്കെ ഈ വടക്കേണ്ടിയിലൊക്കെ ചെന്ന് സുവിശേഷം പറയുമ്പോൾ ദൈവരാജ്യം ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ പീലിപ്പോസിലൂടെ ശബരിയിൽ വെളിപ്പെട്ട ശുശ്രൂഷ പോലെ അവിടെ ശുശ്രൂഷ വെളിപ്പെടുന്ന കാണുമ്പോൾ ഒരു കൂട്ടം ജനം കലിതുള്ളി എഴുന്നേക്കും. അതെ, ദൈവരാജ്യത്തെ നശിപ്പിക്കുവാൻ ഭൂമിയിൽ ഉലകത്തിൽ ഒരു വ്യക്തിയും കഴിയത്തില്ല. അല്ലേലൂയ. 1-2 മനുഷ്യരെ കുറിച്ച് ഒരു കൂട്ടം ജനത്തെ തകർക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ മാസം നൈജീരിയയില് ഒരു ക്രൈസ്തവ ഗ്രാമത്തിൽ 20ഓളം പേരെ വെടിവെച്ചു കൊന്നു. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, നൈജീരിയയിൽ ഒരു ഗ്രാമത്തിൽ 100ഓളം പേരെ യാതൊരു കാരണമില്ലാതെ 100ഓളം ക്രൈസ്തവരെ തോക്കിന് വെടിവെച്ചു കൊന്നു. എത്ര ക്രൂരമായല്ലേ, എത്ര നീചമായല്ലേ, എത്ര നിന്ദ്യമാ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ഒരു കാരണവും കൂടാതെ, പ്രകോപനമില്ലാതെ, അവർ ഒന്നിനും എതിർത്ത് നിൽക്കാതിരുന്നിട്ടും ദാരുണമായി വെടിവെച്ചു കൊന്ന് രക്തം ചീന്തി മരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയല്ലേ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ദൈവത്തിന്റെ ന്യായവിധി ലോകമെമ്പാടും, നൈജീരിയയിലൊക്കെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടാൻ സമയമായി. അവിടെ എത്ര അത്യുന്നതായ എന്റെ വിശുദ്ധന്മാരുടെ രക്തം അവിടെ ചുരിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനവസരം ഉണ്ടാക്കിയെടുത്ത, സാഹചര്യം ഉണ്ടാക്കിയെടുത്ത, അതിന് കാരണക്കാരായവരെയും ആ പട്ടണത്തെയും ആ രാജ്യത്തെയും ദൈവം സന്ദർശിപ്പാൻ സമയമായി. രക്തം ചെയ്യും. അതെ, ദൈവം അടങ്ങിയിരിക്കത്തില്ല. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്ന 68-ാം സങ്കീർത്തനം വായിക്കുന്നു. അതെ, ഞങ്ങളുടെ ദൈവം അത്യുന്നതനായ എഴുന്നേറ്റാൽ സകലത് ചിതറിപ്പോകും, രക്തം ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ദൈവരാജ്യം സ്ഥാപിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ചൊല്ലിയത്, ക്രിസ്തു നിങ്ങളെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ രാജ്യത്ത് നിങ്ങളെ തന്നു. അതുപോലെ തന്നെ പോൾ രോഗിച്ചതയും സൗഖ്യമാക്കി, എന്റെ മകനെ ഞാൻ നിന്നെ കൊറിയയിലേക്ക് എന്റെ രാജ്യത്ത് സ്ഥാപിക്കുന്ന ശുശ്രൂഷകനായി തിരഞ്ഞെടുത്തു. പോൾ രോഗിച്ചോട് പറഞ്ഞു, മകനെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത് കൊറിയയിലേക്ക് അയക്കുക, എന്റെ രാജ്യത്തെ സ്ഥാപിക്കുന്ന ശുശ്രൂഷകനായി നീ കൊറിയയിലേക്ക് പോകണം. അങ്ങനെ പോൾ രോഗിച്ച കൊറിയയിൽ ചെന്ന ശക്തമായി ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു. എന്തിനേറെ അല്ലുരിയ, ഗ്രഹാം സ്റ്റേൽസൺ എന്ന് പറയുന്ന വ്യക്തിയും തന്റെ മക്കളും ഭാര്യയും കൂടെ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് എത്തി ഒറീസയിൽ വന്ന് പാർത്തു. കുഷ്ഠരോഗികളിടയിൽ അവർ ശുശ്രൂഷിച്ചു. അവരാൽ എന്ത് ചെയ്തു? ദൈവരാജ്യം ഒറീസയുടെ മണ്ണിൽ സ്ഥാപിതമായി. ഗ്രഹാം സ്റ്റേൽസിംഗിനെയും തന്റെ മക്കളെ ചുട്ടുകരിച്ചു കൊന്നെങ്കിലും അവരുടെ ഉള്ളിൽ സ്ഥാപിച്ച ദൈവരാജ്യത്തെ കുറിച്ച് അവർ ഭയം കൂടാതെ പ്രസ്താവിച്ചു. കർത്താവിന് വേണ്ടി ഗ്രഹാം സ്റ്റേൽസിൻ 2 മക്കളും ചുട്ടുവരിച്ചപ്പോഴും തന്റെ ഭാര്യ ഇന്നും ഒറീസയുടെ മണ്ണിൽ ദൈവരാജ്യത്തിനുള്ളിൽ സ്ഥാപിക്കപ്പെട്ടവളായി ഗ്ലാഡീസ് ദൈവരാജ്യത്തിന്റെ മഹത്വം ഒറീസയിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് തകർക്കുവാൻ ഉലകത്തിലാക്കാൻ കഴിയില്ല. രക്തം ചെയ്യും. അത് ദൈവരാജ്യം നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ദൈവരാജ്യത്തിന്റെ മഹത്വം നിന്റെ ഉള്ളിൽ വന്നാൽ നീ അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കണം. ദൈവം നിന്റെ മേൽ വലിയ ശക്തമായ അഭിഷേകം പകർന്ന് ദൈവ വചനം നിനക്ക് തന്ന് നിന്നിലൂടെ ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ അത്യുന്നതനായവന്റെ വിശുദ്ധനാണ്. നീ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ആരാണ്? അത്യുന്നതനായ അവന്റെ വിശുദ്ധന്മാർ. അതാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിച്ചത്.
ഹല്ലേലൂയ. എന്നാൽ അത്യുന്നതനായ എന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ചെന്നേക്കും സദാകാലത്തേക്ക് രാജ്യത്വം അനുഭവിക്കും. അതെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അത്യുന്നതനായ ഇവന്റെ രാജ്യത്വം പ്രാപിച്ചെന്നേക്കും സദാകാലത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് 1000 ആണ്ട് രാജ്യത്വം ഭരിക്കുമ്പോൾ ഇന്ന് ദൈവസഭയെ, ദൈവമക്കളെ, അത്യുന്നതനായ വിശുദ്ധന്മാരെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, കളിയാക്കുന്ന, കൊന്നുകളയുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന, അധികാരം കൊടുക്കുന്ന ആളുകളൊക്കെ എവിടെ പോകും? ഹല്ലേലൂയ. അവരുടെ ഇന്നത്തെ പ്രൗഢിയൊക്കെ നഷ്ടപ്പെട്ട്, ഇവിടുത്തെ അധികാരമൊക്കെ നഷ്ടപ്പെട്ട് സാത്താനാൽ വശീകരിക്കപ്പെട്ട് പാതാളത്തിലേക്ക് പോകും, നരകത്തിലേക്ക്. ഇന്ന് പീഡ അനുഭവിക്കുന്ന ദൈവമക്കൾ എന്ത് ചെയ്യും? അത്യുന്നതന്റെ പുത്രന്മാരായി രാജകീയ പദവിയോടെ നമ്മുടെ കർത്താവിന്റെ കൂടെ വാഴും, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇന്നത്തെ രാഷ്ട്രീയക്കാർ തങ്ങളുടെ കക്ഷിഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി തീവ്രമായ പ്രചരണം നടത്തിയ ഇന്നത്തെ രാഷ്ട്രീയ കക്ഷികൾ, ഇവിടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളിൽ രാഷ്ട്രീയ കക്ഷികൾ, അവരെന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി, രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി, കസേരയ്ക്ക് വേണ്ടി തമ്മിലടിച്ച്, കലഹിച്ചും, ചീത്ത വിളിച്ചു, ഹല്ലേലൂയ, അസഭ്യം വിളിച്ചു പറഞ്ഞു, പരസ്പര സ്നേഹമില്ലാതെ, സഹകരണമില്ലാതെ തമ്മി തലിയും വെട്ടിയും കുത്തിയും രക്തം ചൊരിഞ്ഞും കസേരയ്ക്ക് വേണ്ടി കസേരകളി നടത്തുക. മനുഷ്യന്റെ രക്തത്തെ ചൊരിച്ച് കസേരയ്ക്ക് വേണ്ടി പലരും പ്രചരണം നടത്തുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇതിനെല്ലാം അറുതി വരെ സമയമായി. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ ഞങ്ങളോട്, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ ഞങ്ങളോട് നിങ്ങൾ അപേക്ഷിക്കുക, ഞങ്ങളോട് നിങ്ങൾ വോട്ട് ചോദിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കേ, നിങ്ങൾ വരുമെന്ന് ഒരുപാട് വാർത്ത, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്തണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരണം, കമ്മിറ്റിയിലേക്ക് വരണം, യോഗത്തിന് വരണം, നമ്മുടെ പാർട്ടിയെ കുറിച്ച് പറയണം, നമ്മുടെ പാർട്ടി അങ്ങ് ആനയാണ്, ചേനയാണ്, കുതിരയാണെന്ന് പറയണം. അവരത് ചെയ്ത് ഇത് ചെയ്ത് വിളിച്ചു വേണം. എന്നെ വീട്ടിൽ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ആ ജോലിയില്ല, അത്യുന്നതനായ വിശുദ്ധന്മാർക്ക് ആ പണിയില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിച്ച് അധികാരത്തിൽ വന്ന് അധികാരത്തിന്റെ കസേരയിൽ കയറിയത് കഴിയുമ്പോൾ പിന്നെ അധികാരത്തിന്റെ ഭ്രാന്താണ് നിങ്ങൾ കാണിക്കുന്നത്. ജനത്തിന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കാതെ അത്യുന്നതനായ വിശുദ്ധന്മാരുടെ വോട്ട് വാങ്ങിക്കൂടെ അധികാരത്തിൽ വന്നവർ പിന്നെ അത്യുന്നതനായ വിശുദ്ധന്മാരുടെ മക്കളെ, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ തെമ്മാടികൾ എന്ന് വിളിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് ദൈവം ന്യായവിധി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്? എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, രാജകീയ പദവി എന്നൊക്കെ പറയുന്നത്, അത്യുന്നതനായവന്റെ പദവി, ആ സർവശക്തൻ എന്ന പദവി ഒക്കെ ഈ ലോകം തെരഞ്ഞെടുത്ത് കൊടുത്തതല്ല. അത് പുരാതനായവന്റെ പേര് അങ്ങനെ തന്നെ, അത്യുന്നതൻ തന്നെയാണ്. നമ്മുടെ കർത്താവിന്റെ പേരെന്താ? അത്യുന്നതനായവൻ, പുരാതനായവൻ. അത് ലോകം കൊടുത്ത പേരല്ല. നമുക്ക് അത്യുന്നതന്റെ വിശുദ്ധന്മാരിൽ ലോകമല്ല പേര് തന്നത്, ദൈവം തന്ന പേരാ, യേശു തന്ന പേരാ, നമ്മുടെ കർത്താവ് എന്ന പേരാ. ക്രൂശിലൂടെ അവന്റെ അവസാനത്തിലൂടെ രക്തം വരിച്ചൊരിഞ്ഞ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മകനായ മകളായി അത്യുന്നതന്റെ വിശുദ്ധനായി നമ്മളെ തെരഞ്ഞെടുത്ത് പദവി നിർത്തിയിരിക്കുന്നത് യേശുക്രിസ്തു ക്രൂശിലെ യാഗമരണമാ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ലോകത്തിന് വേണ്ടി ജീവിക്കരുത്, രാഷ്ട്രീയത്തിന് ജീവിക്കും, മതത്തിന് വേണ്ടി ജീവിക്കരുത്. നീ ജീവിക്കുന്ന അത്യുന്നതനായ നിന്റെ പുത്രനായി പുത്രിയായി നീ കർത്താവിന് വേണ്ടി ജീവിക്കണം. നീ സദാകാലത്തേക്ക് എന്നേക്കും രാജാവായി കർത്താവിനോട് 1000 ആണ്ട് വാഴുവാൻ ഈ ഭൂമി നീ വിശുദ്ധിയോടെ ജീവിക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷത്തിന്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടണം. സുവിശേഷം നിന്റെ ഉള്ളിൽ സ്ഥാപിക്കണം. ദൈവരാജ്യം നിന്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടണം. ആ ദൈവരാജ്യം നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനം തിരിച്ചറിയണം, ലോകത്തെ തിരിച്ചറിയണം, ഭരണ സംവിധാനങ്ങളെ തിരിച്ചറിയണം, മതങ്ങളെ തിരിച്ചറിയണം. മതങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മതങ്ങൾക്കകത്ത് രാഷ്ട്രീയം കുത്തിക്കയറ്റി, മതങ്ങൾക്കകത്ത് രാഷ്ട്രീയം എന്ന വിഷം കലർത്തിയിട്ട് മതങ്ങൾ ഇന്ന് രാഷ്ട്രപ്രലോഭനത്തിൽ തമ്മിലടിച്ച് മതത്തിന്റെ പേരിൽ എന്തെല്ലാം നടക്കുന്നത്. മതത്തിനകത്ത് രാഷ്ട്രീയം കയറി, മതത്തിനകത്ത് രാഷ്ട്രീയം എന്ന വിഷം ഒഴിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തെല്ലാം നമ്മുടെ ഭൂമി നടക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ കർത്താവ് രാജാതിരാജാവും
ആകാശത്തിനും ഭൂമിയിലും നമുക്ക് സർവ്വാധികാരവും നൽകിയിരിക്കുക. ആകാശത്തിനും ഭൂമിയിലും നമുക്ക് സകല അധികാരം. അതുകൊണ്ടാണ് കർത്താവ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കൊണ്ട് സകല ജാതികൾ ഉപദേശിച്ചുകൊണ്ട് സകല ഉപദേശിച്ചുകൊണ്ട് ഞാൻ ചുറ്റിലാക്കിക്കൊള്ളി. ഞാൻ ഒരു ലോകസ്ഥാനത്തോളം നിങ്ങളോട് കൂടിയിരിക്കുന്ന മത്തായി 28, 18, 19, 20 വാക്യം പറഞ്ഞു. വീരിക്കാൻ സമയമില്ലാത്ത സ്പീഡ് പറഞ്ഞു പോയതാ. അതെ, നമ്മുടെ കർത്താവ് നമുക്ക് ഈ അധികാരം തന്നത് കേട്ടോ. അത്യുന്നതനായവന്റെ വിശുദ്ധനായിട്ട് ഈ അധികാരമൊക്കെ തമ്മിൽ സുവിശേഷമായി അയച്ച് നമ്മുടെ കർത്താവ് ലോകത്തിലെ മതങ്ങളല്ല, മത നേതാക്കന്മാരല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല, ഇവിടുത്തെ ഭരണ സംവിധാനമല്ല നമുക്ക് ഈ പദവി തന്ന ദൈവമാണ്. അത് ക്രൂശിലൂടെ നമുക്ക് തന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ രാജ്യത്വം വിശുദ്ധിയുള്ള രാജ്യത്വമാണ്. അത് നീതിയും രാജ്യത്വവും കർത്താവിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നതുമാണ്. രാജ്യത്വം തന്നെ നിങ്ങൾക്കുള്ളിലും ആ രാജ്യത്തെ സ്ഥാപിക്കപ്പെടണം. ഭൂമിയിലും ഈ രാജ്യത്വം സ്ഥാപിക്കപ്പെടണം. കർത്താവിന്റെ രാജ്യത്ത് അരാജകത്വമില്ല. കർത്താവിന്റെ രാജ്യത്തിൽ അരാജകത്വമില്ലെന്ന് വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 തൊട്ട് 5 വരെ വാക്യം വായിച്ചാൽ ദൈവരാജ്യത്തിന്റെ മഹത്വം എന്താ നമുക്ക് മനസ്സിലാക്കാൻ. അരാജകത്വമില്ലാത്ത രാജ്യം കർത്താവിന്റെ രാജ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ നിങ്ങളും അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശനങ്ങളെ വിളിച്ചിരിക്കുന്ന സർഗുണങ്ങളെ ഘോഷിപ്പോന്തകം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി രാജകീയ പുരോഹിതവർക്കും വിശുദ്ധവും. ഈ വെളിപ്പാട് പുസ്തകം 21 1 തൊട്ട് 5 വരെ ഈ പത്രോസിന്റെ 2 മുമ്പ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് നിർത്തിയ ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞു നിർത്തട്ടെ. ഇവിടെ ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്. ഹല്ലേലൂയ. ദാനിയേൽ പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ദാനിയേൽ 7 അധ്യായം 18 വാക്യം. എന്നാൽ ഹല്ലേലൂയ, എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധ രാജ്യത്വം പ്രാപിച്ച് സദാകാലത്തേക്ക് രാജ്യത്വം അനുഭവിക്കുന്നുള്ള ദൈവവചനം. അതെ, നാം ദൈവത്തിന്റെ അത്യുന്നതന്മാരാ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വർക്ക് പിതാവേ, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരായി ദൈവം ഭൂമിയെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവസഭ, ദൈവമക്കൾ, ക്രൈസ്തവ സമൂഹത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ജാതി മത വർഗവർണ്ണ വ്യത്യാസത്തിൽ കുടിലിട്ട് കൊട്ടാരവരെ പാർക്കുന്ന സകല ജനങ്ങളും ദൈവസേനയ്ക്ക് മടങ്ങി വന്ന അത്യുന്നതന്റെ വിശുദ്ധന്മാരായി രാജകീയ പുരോഹിതവർഗമായി വിശുദ്ധ സ്വന്തജനമായി ദൈവരാജ്യങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടവരായ കർത്താവിന്റെ സാക്ഷ്യമായി തീരുവാൻ, കർത്താവിന്റെ ദൂഷണം വിളിച്ചറിയിപ്പാൻ ഗ്രാമഗ്രാമാന്തരങ്ങൾ കടന്നുപോയി, ലോകരാജ്യങ്ങൾ കടന്നുപോയി ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നവരായി തീരുവാൻ ദൈവജനത്തെ ദൈവമക്കളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ, വേദന, കടക്കെണി, സാമ്പത്തിക ഞെരുക്കങ്ങൾ, രോഗം, മഹാവ്യാധികൾ, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബജീവിത പ്രശ്നങ്ങൾ, ശാരീരിക ക്ഷീണങ്ങൾ, ബലഹീനങ്ങൾ, ജോലിയില്ലായ്മ, വിവിധ കഷ്ടത്തിലൂടെ മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട പീഡനത്തിലൂടെ കടന്നുപോകുന്ന അനവധി ദൈവജനത്തെ ദൈവമക്കളെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. എല്ലാവർക്കും ആശ്വാസ സമാധാനം കൊടുക്കുന്ന ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും മാർത്തിന്റെ അനുവൃത്തിനും വസന യാചകർ, ഓർഫന്റെ ചോട്ട തടവറയായിരിക്കുന്നവർക്കായ പ്രാർത്ഥികർത്താവികളുടെ രാജ്യരാഷ്ട്രത്തലന്മാർക്ക് ഒരു മാനസാന്തരം കൊടുക്കണവേ. രാജ്യരാഷ്ട്രത്തിന് സകല ജാതി മതസ്ഥർക്കും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരായി ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടവരായി കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായി 1000 ആണ്ട് വാഴ്ചയിലേക്ക് സദാകാലത്തേക്കും രാജ്യക്ക് പ്രൗഢിയോടെ കർത്താവിനോട് കൂടി നിൽപ്പാൻ ഒരു വലിയ കൂട്ടത്തെ എന്റെ ദൈവം വിളിച്ച് വേർതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല വീരങ്ങളെ നീതി വെളിപ്പെടുത്തിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.